വെൽക്കം ടു ആംഗിൾ ബി ലേൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടാണ്. കുട്ടികൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം നമ്മൾ എല്ലാവരും പറയാറുണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണ്? ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫെയിലിയർ വരുന്ന സമയത്ത് ഇതെനിക്ക് പറ്റിയ പണിയല്ല, ഞാൻ ഇതിവിടെ നിർത്തുക എന്ന് പറഞ്ഞ് നിർത്തിയ ഒരാള് ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡൻസിൽ ചെറുതാവുമ്പോൾ തൊട്ടേ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുക? അവരുടെ എഫേർട്ടിൽ മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ടും റിസൾട്ടിൽ അത്ര തന്നെ ഫോക്കസ് ചെയ്യാണ്ട്. മനസ്സിലായോ? അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ എനിക്ക് ഭയങ്കര ലാഭം വരുമോ? അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുമോ? ഇല്ല. ഫസ്റ്റ് ടൈം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അത് വലിയ പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ച്, അയാൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും. അത് ട്രയൽ ആൻഡ് എറർ ചെയ്ത് 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 വൺസ് ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തൊക്കെയാണ് നമ്മളൊന്ന് സ്റ്റേബിൾ ആവുക. അതിനുശേഷമാണ് കമ്പനി ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് പഠനവും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു മാത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവർ പഠിക്കുമ്പോൾ ചിലപ്പോൾ അവർ കെയർലെസ് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടാവാം. ചിലപ്പോൾ അവര് ഏതെങ്കിലും മെത്തഡോളജി ഒരുപാട് ടൈം കൺസ്യൂം ചെയ്തിട്ട് ചെയ്യേണ്ട മെത്തേഡായിരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് എക്സാമിന് നമ്മൾ ഒരുപാട് സമയം എടുത്ത് ഒരു ക്വസ്റ്റിന് മുകളിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ബാക്കി അറിയുന്ന ക്വസ്റ്റ്യൻസ് എഴുതാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ മാർക്ക് കുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലേൺ ചെയ്യും. ഓക്കെ, കഴിഞ്ഞ തവണ ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം വന്നു, അതുകൊണ്ട് എനിക്ക് ബാക്കി അറിയുന്ന ആൻസർ എഴുതാൻ ടൈം കിട്ടിയില്ല. സോ ദിസ് ടൈം ഐ ഷുഡ് നോട്ട് റിപ്പീറ്റ് ദാറ്റ്. ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. അതുപോലെ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. എത്ര തന്നെ തെറ്റിയാലും എത്ര തന്നെ ഫെയിൽ ആയാലും എത്ര മിസ്റ്റേക്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? അതിന് മുകളിൽ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. റിസൾട്ട് ഡെഫിനറ്റ്ലി വരും. അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്, നമ്മൾ മിസ്റ്റേക്സ് ലേൺ ചെയ്യുക. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. മിസ്റ്റേക്സിനെ നമ്മൾ എപ്പോഴും ഒരു ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. അല്ലാണ്ട് ഓക്കെ ഫെയിലായി, അല്ലെങ്കിൽ ഞാൻ അവിടെ തെറ്റിച്ചു, ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവിടെ വെക്കാണ്ട് നെക്സ്റ്റ് ടൈം ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടായിരുന്നു അത് തെറ്റിയത്, എന്തുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ സ്ട്രാറ്റജി വീണ്ടും ഉപയോഗിക്കാണ്ടിരിക്കുക. കൂടുതൽ ഗ്രോത്തിലേക്ക് വേണ്ട രീതിയിൽ ഇനി എങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് ശരിയായേനെ, ഞാൻ സക്സസ് ആയേനെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ കൃത്യമായിട്ട് നമ്മൾ നമ്മളെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എനിക്ക് എന്തൊക്കെ അറിയാം, എനിക്ക് എന്തൊക്കെ അറിയില്ല, എനിക്കത് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൂടി അറിയണം. ഇങ്ങനെ നമ്മളെ പറ്റി കൃത്യമായിട്ടൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് അറിയുമായിരിക്കും ഞാൻ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വീക്ക്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ളത്, അതിനകത്ത് തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത്, എനിക്ക് അറിയാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ്, അതിനകത്ത് കൂടുതൽ പ്രോബ്ലംസ് വരുന്നതുകൊണ്ടാണോ, അത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യണം. അപ്പൊ ആ കുട്ടിക്ക് ആ കുട്ടി ഫേസ് ചെയ്യുന്ന മുഴുവൻ ചലഞ്ചസ്, ആ കുട്ടിയുടെ മുഴുവൻ നല്ല വശം ഇൻ ദ സെൻസ് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി അവർ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് അവർക്ക് അറിഞ്ഞാലേ അവര് സ്ട്രോങ് അല്ലാത്ത ഏരിയയിൽ അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വേണ്ട ഏരിയ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ എപ്പോഴും പ്രോസസ്സിനെ നമ്മൾ പ്രൈസ് ചെയ്യുക, ജസ്റ്റ് സക്സസിന് മാത്രമല്ല. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഫേർട്ടിൽ മാക്സിമം ഫോക്കസ് ചെയ്യുക, റിസൾട്ടിലല്ല. ഇപ്പോൾ പ്രോസസ്സിൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, പല രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ടാവും. ഇപ്പം മാത്ത് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും, പക്ഷെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പം പല സ്ട്രാറ്റജീസ് നമ്മൾ കൊടുത്തു നോക്കും അല്ലേ? അപ്പം നമ്മൾ ഇതിനൊക്കെ നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ ഫെയിൽ ആവുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കാനുള്ള ആ ഒരു നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ കളയാണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ നമ്മൾ മാക്സിമം, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ മാക്സിമം പ്രൈസ് ചെയ്യുക, സക്സസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക.
അപ്പോൾ പറഞ്ഞു വന്നത് സ്റ്റുഡൻസിന്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസിന് നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവരും സ്വയം വിചാരിക്കണം. അവർ കുറേ ലിമിറ്റേഷൻസ് അവരുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത്ര എന്നെ കൊണ്ട് പറ്റൂ, മാത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈഫിൽ ഇത്രയും എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവർ കുറേ ലിമിറ്റേഷൻസ് അവരുടെ ചുറ്റും വെച്ചിട്ടുണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാൻ, അത് പുഷ് ചെയ്യാനും, അതുപോലെ അവരുടെ ലൈഫിൽ വരാൻ പോകുന്ന പുതിയ ചലഞ്ചസിനെ അവർ ഫേസ് ചെയ്യാനും, അതുപോലെ പുതിയ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീനെ അവർ എംബ്രേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പാരൻസ് എപ്പോഴും സപ്പോർട്ടായിട്ടിരിക്കുക. അതിന് പറ്റിയൊരു മൈൻഡ് സെറ്റ് അവരെപ്പോഴും എന്താ പറയുക എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.